പല ടൈപ്പ് പോസിങ് കണ്ടിട്ടുണ്ട്. കാറിന്റെ ബാക്കിൽ വന്നിട്ട് ഫോട്ടോ അല്ല വീഡിയോ. ഫോട്ടോ എവിടെ എടുക്ക്? കാറിന്റെ പുറകെ ഒന്ന് പോസ് ചെയ്യുന്നു. നല്ല ഫോട്ടോ എവിടെ എടുക്കാവോ? ഫോട്ടോ എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ബ്രിഡ്മാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അടിക്കുക. അപ്പം എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി ആ വീഡിയോ കൂടെ കണ്ടിട്ടോ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് വെഡ്ഡിങ് റിസപ്ഷൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയാണ്. ഞാനല്ല, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയാണ്, എനിക്ക് വയ്യ. അപ്പം ഇന്ന് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് സ്കൂൾ വിട്ട് വന്നു. അമ്മ പറഞ്ഞതാണ് ഇന്ന് പോവണ്ട, വയ്യല്ലോ എന്ന്. ഞാൻ പറഞ്ഞു പോകണമെന്ന്. അമ്മ പറഞ്ഞു നാളെ വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നാളെ വിടണ്ട. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഈ സൗണ്ട് എനിക്കാണെങ്കിൽ എനിക്ക് കിടക്കണമെന്നുണ്ട്, ഉറങ്ങണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമില്ല. ഇല്ല, ഞാൻ പകലേ ഉറങ്ങൂല. തീരെ വയ്യാതെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ ഉറങ്ങും, അല്ലാണ്ട് ഞാൻ ഉറങ്ങൂല. ഇപ്പം എനിക്ക് തീരെ വയ്യ. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് എഴുന്നേക്കാൻ പോലും വയ്യാത്ത സമയം ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് എഴുന്നേക്കാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. എഴുന്നേക്കാൻ പറ്റും. പക്ഷെ ഇന്ന് സ്കൂളിൽ നിന്ന് ബെഞ്ചിൽ കാലിന്ന് ജസ്റ്റ് എല്ലാം നല്ലതായിട്ട് തട്ടി. ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഇതിവിടെ ഭയങ്കര വൃത്തിയേടാണ്. നമ്മുടെ ഈ ഒരു സാധനം കണ്ടോ, ഈ വക്ക് സ്കൂളിൽ ഇങ്ങനെ കൂർത്ത് ബെഞ്ചിലിരിക്കുമ്പോൾ ഞാൻ നടുക്കത്തെ നമുക്ക് ഓരോന്നിലും ഓരോ ഇതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മൺഡേ ഒരാൾ ഏറ്റവും ഫ്രണ്ടിൽ, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ലാസ്റ്റ് ബെഞ്ചിൽ, പിന്നെ ഫസ്റ്റിലോട്ട് അങ്ങനെയാണ് ഓരോ സെക്ഷനിലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സെക്ഷനിൽ ഇരുന്നിട്ട് അങ്ങനെ ഞാനപ്പോൾ ഫ്രണ്ടിൽ നടുക്കത്തെ ബെഞ്ചിലാണ്, പക്ഷേ ഫ്രണ്ടിലിട്ട നടുക്കത്തെ റോയിൽ രണ്ടാമത്തെ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ മൺഡേ ഫസ്റ്റ് ബെഞ്ചിലിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേർപ്പിക്കല്ല. അപ്പോഴത്തേക്കിനും എൻ്റെ കാലിന്ന് ഞാൻ ബുക്ക് ഫസ്റ്റ് പീരീഡ് ഹിന്ദി ബുക്ക് കറക്റ്റ് ചെയ്തിട്ട് മാം ചെയ്തു. കറക്ഷൻ ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്നപ്പോൾ ആ വക്ക് വന്നിട്ട് കാലൊത്തിരി കേസ്. ഞാൻ കരഞ്ഞില്ല. ഈ അമ്മ വരില്ല, അമ്മയ്ക്ക് എന്തോ വരത്തില്ല കേസ്. അവസാനം മനസ്സിൽ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ കാർഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്നാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞത് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലല്ല പോയത്, സാറിൻ്റെ വീട്ടിലൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടെയാണ് പോയത്. സാറ് നമ്മുടെ കൊല്ലത്തെ NS മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 3 o'clock വരെയുള്ളൂ. വൈകിട്ട് 5 o'clock തൊട്ട് ഒരു 10 o'clock വരെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് സാറ് ഫ്രീ ആവുന്ന ടൈം അനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ ചെല്ലുന്ന ഉടനെ സാറ് നമ്മളെ കയറ്റാറുണ്ട്. അത് കഴിഞ്ഞ് സാർ ഇതേ ഒരു ടോർച്ചും കുറേ പെൻസിൽസൊക്കെ ഗിഫ്റ്റ് കൊടുത്ത്. എപ്പോൾ ചെന്നാലും മെമ്മോസിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സാർ കൊടുക്കും. ഈ വട്ടം ടോർച്ചാണ് കൊടുത്തത് മെമ്മോസിന്. അത് കഴിഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ ഇത് സാറിൻ്റെ ആ ക്ലിനിക്കിൻ്റെ കുറച്ച് ഏരിയയാണ്, അതിനുള്ളിൽ തന്നെയാണ് വീട്. എപ്പം കുഞ്ഞുനാൾ തൊട്ട് മിമ്മൂസിന് അവിടെ പോകുമ്പോൾ ഈ ഊഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും ഊഞ്ഞാലാടാതെ മിമ്മൂസ് വരത്തില്ല. കുഞ്ഞിൽ തൊട്ട് മിമ്മു ഊഞ്ഞാലാടുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ മിമ്മൂസിനോട് ഇന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഓർത്തത് ഫോട്ടോ എടുത്തില്ല ഊഞ്ഞാലിലിരിക്കുന്ന. കുഞ്ഞുനാൾ തൊട്ട് മിമ്മൂസിൻ്റെ ആ ഒരു പല ഏജിൽ ഈ ഊഞ്ഞാലാടുന്ന വീഡിയോയും ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഊഞ്ഞാലൊക്കെ ആടി. തൊണ്ട എനിക്ക് വയ്യ ഫ്രണ്ട്സ്. എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്വാസം മുട്ടുള്ളതുകൊണ്ട് ചന്ദ്രമോഹനങ്ങൾ നമുക്ക് നെഹുലൈസേഷൻ്റെ അത് തന്നിട്ടുണ്ടായിരുന്നു. ഇൻഹലെയർ പിന്നെ ഇൻഹലെയർ ആ സാധനം മനസ്സിലായില്ല. സാധനം ഇൻഹേലർ, അത് ടേര ടിങ്കർ. അപ്പം ഇതാണ് എനിക്ക് ചന്ദനമലങ്ങൾ തന്നത്. കുറേ പെൻസിൽ കാണിച്ചിട്ട് ചെയ്ത് വേണം. അപ്പം നിന്റെ വേറെ കളേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന്, ഇത് 2 മതിയെന്ന് പറഞ്ഞു കേട്ടോ. വിത്ത് ഇറേസറാണ് ഇത്. പിന്നെ എനിക്ക് ഒരു നമ്മൾ അന്ന്
NS-ലും ഉണ്ട് കേട്ടോ. ഒരു വൈകുന്നേരം ഒരു 3-3:30 വരെ NS-ലും ഉണ്ട്. അപ്പം 3-3:30 വരെ ഉണ്ട്. അപ്പം 3-3:30ക്ക് അപ്പം ഞാനൊരു ദിവസം അവിടെ പോയപ്പോൾ എനിക്ക് വയ്യാതിരുന്ന് പോയപ്പോൾ എനിക്ക് എൻ്റെ പറഞ്ഞു ടോർച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഞാൻ പിന്നെ പോയപ്പോൾ അത് എടുത്ത് വയ്ക്കാൻ മറന്നു. പിന്നെ എനിക്ക് ടോർച്ച് തന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോർച്ച്. എൻ്റെ കുറേ ടോർച്ചൊന്നും ഇല്ല. മെഡിക്കൽ ഷോപ്പ് ഉണ്ട് മോളെ, അമ്മ ഇവിടുന്ന് മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാമേ. ഓക്കെ, മറ്റേ സാധനം വാങ്ങിക്കാൻ മറക്കല്ലേ. സ്പേസർ ഇത് കണ്ട നമ്മുടെ ടോർച്ച് നല്ല രസമാണ്. ടോർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോർച്ച്. സൂപ്പർ. കണ്ടോ കണ്ടോ കണ്ടോ, കണ്ണി അടിച്ചുകൂടാ, കണ്ണി അടിച്ചുകൂടാ. ഞാൻ ചീക്കിലടിച്ചു കൊടുത്തു. നല്ല രസമുണ്ട്. വലുതായി വരുന്നതാണോ? ഉണ്ടാ ഇങ്ങനെ ഇത് വലുതായി വരും. നമ്മൾ ഇങ്ങനെ അടുത്ത് പിടിച്ച് ചെറുതായി വരും. എല്ലാവർക്കും ഒയ്യോ എൻ്റെ നെറ്റിയിൽ എന്തോ വന്നേ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ കണ്ണെന്തോ പോലെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്തായാലും ഓക്കെ ഫ്രണ്ട്സ്, അയ്യോ അപ്പോൾ നമുക്കിനി എന്തായാലും ഞാൻ ഫോൺ അനക്കാതെ പിടിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരിതുണ്ട്, അത് മാറുന്നുണ്ട്. എൻ്റെ കൈ അനങ്ങുന്നോറും അത് അനങ്ങിക്കൊണ്ട് എഴുതി. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി വീട്ടിൽ അമ്മ അവിടെ ബില്ലടിക്കണമൊക്കെ കാണുന്നുണ്ട്. ബില്ലടിക്കുന്നതെല്ലാം പറയുന്നുണ്ട്. ഇതാണ് അമ്മ വന്നു. ബില്ലടിക്കുന്നത് കറക്റ്റായിട്ട് അമ്മ വന്നേ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ സൗണ്ട് കേട്ടെ, നമ്മ കാറ് തുറന്ന സൗണ്ടൊക്കെ കേട്ട്. ഇതെന്താണ് ടോർച്ചാണ് ഇത്രയതൊന്ന് അപ്പൊ തൊട്ട് സംസാരിക്കുകയാണോ? അപ്പൊ എല്ലാവരോടും ബൈ പറ. വീട്ടിൽ ചെന്നിട്ട് കാണാം. അല്ല വൈകിട്ട് പോയിക്കോടാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ ചാനൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് കിട്ടും. അപ്പം ഫ്രണ്ട്സ്, നമുക്കിനി എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും. ദിസ് ഈസ് റിൻ മെമ്മീസ്. ബൈ.